നമുക്ക് ഡിസ്റ്റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. A distillation column separates a feed of 1000 kilomole per hour containing 40 mole percent benzene and 60 mole percent toluene. The distillate contains 90 mole percent benzene and bottom product contains 10 mole percent benzene. Calculate the distillate flow rate and bottom flow rate. So, നമുക്കിവിടെ ഡിസ്റ്റിലേഷൻ കോളത്തിന്റെ മെറ്റീരിയൽ ബാലൻസിന്റെ പ്രോബ്ലം ആണ് സോൾവ് ചെയ്യേണ്ടത്. ഗിവൺ ഡാറ്റ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫീഡിന്റെ ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 1000 കിലോമോൾ പെർ അവർ. ഫീഡിലുള്ളത് ബെൻസീനും ടൊളുവീനും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൻസീൻ 14 മോൾ പെർസെൻറ്റേജും ടൊളുവീൻ 60 മോൾ പെർസെൻറ്റേജും ആണ് ഫീഡിലുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഡിസ്റ്റിലേറ്റിൽ 90 മോൾ പെർസെൻറ്റേജ് ബെൻസീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം പ്രൊഡക്റ്റിൽ ഉള്ള ബെൻസീൻ്റെ അളവ് 10 മോൾ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിട്ടുണ്ട്. സോ എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനുള്ളത് ഡിസ്റ്റിലേറ്റിന്റെ ഫ്ലോ റേറ്റും ബോട്ടം പ്രൊഡക്റ്റിന്റെ ഫ്ലോ റേറ്റുമാണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിസ് എടുക്കലാണ്. ബേസിസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഇപ്പൊ തന്നിട്ടുള്ളതിൽ വെച്ച് ഫീഡിന്റെ ഫ്ലോ റേറ്റ് ആണ് നമ്മൾ ബേസിസ് ആയിട്ട് നോർമലി ചൂസ് ചെയ്യാറ്. ബിക്കോസ് ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അത് ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ബേസിസ് ഹിയർ ഇസ് 1000 കിലോമോൾ പെർ അവർ ഓഫ് ഫീഡ്. ഫീഡ് എത്ര എടുക്കുന്നു, ഫീഡിന്റെ ഫ്ലോ റേറ്റ് ആണ് നമ്മൾ ബേസിസ് ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബേസിസ് കണ്ടുപിടിക്കുക. സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് കീ കമ്പോണന്റ് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിന്റെ കീ കമ്പോണന്റ് ആയിട്ട് എടുക്കാം. സോ അതിന്റെ മെറ്റീരിയൽ ബാലൻസ് വേണം നമ്മൾ ചെയ്യേണ്ടി വരും. സോ നമ്മളിവിടെ കീ കമ്പോണന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് ബെൻസീൻ ആണ്. ബിക്കോസ് ബെൻസീന്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഫീഡില് ബെൻസീൻ 40 മോൾ പെർസെൻറ്റേജ് ആണ്, ഡിസ്റ്റിലേറ്റില് ബെൻസീൻ 90 മോൾ പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ബോട്ടം പ്രൊഡക്റ്റില് ബെൻസീന്റെ മോൾ പെർസെൻറ്റേജ് 10 നിന്നും തന്നിട്ടുണ്ട്. ആ ബെൻസീന്റെ ഡാറ്റ എല്ലാം തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനെ കീ കമ്പോണന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് കീ കമ്പോണന്റ് ചൂസ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കലാണ്. ഡിസ്റ്റിലേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. ഫസ്റ്റ് നമുക്കറിയാം, ഒരു ഫീഡ് മില്ലിലേക്ക് കയറുന്നു. അതിൽ നിന്ന് ടോപ്പ് പ്രൊഡക്റ്റ് ആയ ഡിസ്റ്റിലേറ്റിന്റെയും ബോട്ടം പ്രൊഡക്റ്റും റെസിഡ്യൂ അഥവാ ബോട്ടം പ്രൊഡക്റ്റ് അഥവാ റെസിഡ്യൂനെയും നമുക്ക് കിട്ടുന്നു. സോ നമ്മൾ ഡിസ്റ്റിലേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. ഫീഡിന് നമ്മൾ എഫ് എന്ന് ഡിനോട്ട് ചെയ്തു, ഡിസ്റ്റിലേറ്റിനെ ഡി എന്ന് ഡിനോട്ട് ചെയ്തു, ബോട്ടം പ്രൊഡക്റ്റിനെ ബി എന്ന് ഡിനോട്ട് ചെയ്തു. സോ ഇതിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസും കൂടെ അതിൽ മാർക്ക് ചെയ്യാം. ഫീഡ് നമുക്ക് തന്നിട്ടുണ്ട് 1000 കിലോമോൾ പെർ അവർ. സോ എഫ് ഇസ് ഈക്വൽ ടു 1000 കിലോമോൾ പെർ അവർ. ഡിസ്റ്റിലേറ്റ് അറിയില്ല, ബോട്ടം പ്രൊഡക്റ്റ് നമുക്ക് അറിയില്ല, അതിന്റെ രണ്ടത്തിന്റെ ഫ്ലോ റേറ്റ് നമുക്ക് അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? ബെൻസീന്റെ അളവാണ് തന്നിരിക്കുന്നത്. 40 മോൾ പെർസെൻറ്റേജ് ബെൻസീൻ. അപ്പൊ നമുക്ക് ബെൻസീൻ കീ കമ്പോണന്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ വെയിറ്റ് ഫ്രാക്ഷനെ അഥവാ മോൾ ഫ്രാക്ഷനെ വേണം ഇത് എക്സ് എഫ് ആയിട്ട് ചൂസ് ചെയ്യാം. സോ എക്സ് എഫ് ഇസ് ഈക്വൽ ടു 40/100 0.4. അപ്പോ ബെൻസീൻ കീ കമ്പോണന്റ് ആയതുകൊണ്ട് ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ വേണം നമ്മൾ എക്സ് എഫ് ആയിട്ട് ചൂസ് ചെയ്യാം. സോ 40/100 0.40. ഇതുപോലെ തന്നെ ഡിസ്റ്റിലേറ്റിലും ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ ചൂസ് ചെയ്യുക. ഡിസ്റ്റിലേറ്റിൽ ബെൻസീന്റെ അളവ് 90 മോൾ പെർസെൻറ്റേജ് ആണ്. സോ എക്സ് ഡി എന്ന് പറയുന്നത് ഡിസ്റ്റിലേറ്റിലുള്ള ബെൻസീന്റെ അളവ് എന്ന് പറയുന്നത് 90 മോൾ പെർസെൻറ്റേജ് ആയതുകൊണ്ട് 90/100 0.90. അതുപോലെ തന്നെ ബോട്ടം പ്രൊഡക്റ്റില് 10 മോൾ പെർസെൻറ്റേജ് ബെൻസീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ബി ഇസ് ഈക്വൽ ടു 0.1. അപ്പൊ നമുക്ക് എഫ് കിട്ടി, എക്സ് എഫ് കിട്ടി, എക്സ് ഡി കിട്ടി, എക്സ് ബി കിട്ടി. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഡിയും ബിയും ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അറിയുന്ന ഡാറ്റാസും അറിയാത്ത ഡാറ്റാസ് ഏതൊക്കെയാണെന്നും നോക്കി വയ്ക്കാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എഴുതുക എന്നുള്ളതാണ്. ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എന്താ? എഫ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ബി. ഫീഡ് കയറുന്നു, എഫ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഡി പ്ലസ് ബോട്ടം പ്രൊഡക്റ്റ് ബി. എഫ് ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ബി ആണ് ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് ഓഫ് എ ഡിസ്റ്റിലേഷൻ ഓപ്പറേഷൻ. സോ എഫിന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1000 കിലോമോൾ പെർ അവർ ആണ്. സോ എഫിന് താഴെ നമ്മൾ 1000 എന്ന് എഴുതി, ഇസ് ഈക്വൽ ടു ഡി പ്ലസ് ബി. നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു.
നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പോണന്റ് മെറ്റീരിയൽ ബാലൻസ് ഓഫ് ബെൻസീൻ. ബെൻസീൻ കീ കമ്പോണന്റ് എടുത്തുകൊണ്ട് ബെൻസീന്റെ മെറ്റീരിയൽ ബാലൻസ് നമുക്ക് ചെയ്യാം. ബെൻസീന്റെ മെറ്റീരിയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ബെൻസീന്റെ അളവ്, ഫീഡിലുള്ള ബെൻസീന്റെ അളവ് എന്ന് പറയുന്നത് എക്സ്എഫ് ഇൻറ്റു എഫ് ആണ്. ഫീഡിലുള്ള ബെൻസീന്റെ അളവ്, ഫീഡ് നമുക്കറിയാം 1000 ആണ്. അതിൽ എത്ര ബെൻസീൻ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എക്സ്എഫ് ഇൻറ്റു എഫ് 0.4 ഇൻറ്റു 1000 എന്ന് വെച്ചാൽ 1400 കിലോമോൾ പെർ അവർ ബെൻസീനും 600 കിലോമോൾ പെർ അവർ എന്താണ് ടൊളുവീനും അതിൽ നിന്ന് മനസ്സിലാക്കാം. സോ നമ്മള് കമ്പോണന്റ് ബാലൻസ് ഓഫ് ബെൻസീൻ എഴുതുമ്പോൾ എക്സ് എഫ് ഇൻറ്റു എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഡി ഇൻറ്റു ഡി പ്ലസ് എക്സ് ബി ഇൻറ്റു ബി ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗിവൺ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.4 ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു 0.9 ഇൻറ്റു ഡി പ്ലസ് 0.1 ഇൻറ്റു ബി. അപ്പോൾ 0.4 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 400 ആണ്. 400 ഇസ് ഈക്വൽ ടു 0.9 ഡി പ്ലസ് 0.1 ബി. ഈ എക്സ് എഫിന്റെ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡിലുള്ള ബെൻസീന്റെ അളവ്. എക്സ് ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേറ്റിലുള്ള ബെൻസീന്റെ അളവ്. എക്സ് ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബോട്ടം പ്രൊഡക്റ്റിലുള്ള ബെൻസീന്റെ അളവ്. അപ്പൊ ഈ രണ്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? ഡിയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യന്റെ എയിം. സോ 1000 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ബി എന്നുള്ള ഇക്വേഷനും 400 ഈസ് ഈക്വൽ ടു 0.9 ഡി പ്ലസ് 0.1 ബി എന്നുള്ള ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് ഡി ഈസ് ഈക്വൽ ടു എന്താണ്, ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ 1000 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ബി എന്നുള്ളത്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതാം. ബി ഈസ് ഈക്വൽ ടു ഡി മൈനസ് 1000 മൈനസ് ഡി. നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുകയാണ്? ബി എന്താന്ന് കണ്ടുപിടിക്കാം. ബി ഈസ് ഈക്വൽ ടു 1000ൽ നിന്ന് ഡി കുറച്ചതാണ് ബി. സോ ഫ്രം ഇക്വേഷൻ 2 നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു 1000 മൈനസ് ഡി. അതിന് നമ്മൾ ഇക്വേഷൻ 5 എന്ന് കൊടുത്തു. ആ കിട്ടിയ ബിയുടെ വാല്യൂ നമ്മൾ ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫിഫ്ത് ഇക്വേഷൻ എന്താ? 1000 മൈനസ് ഡി ആണ് ബി. ബി ഈസ് ഈക്വൽ ടു 1000 മൈനസ് ഡി. അപ്പൊ ഈ അഞ്ചാമത്തെ ഇക്വേഷനെ നമ്മൾ ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോർത്ത് ഇക്വേഷനിലെ ബിക്ക് പകരം എന്തിട്ടു? 1000 മൈനസ് ഡി എന്നിട്ടു. സോ 400 ഈസ് ഈക്വൽ ടു 0.9 ഡി പ്ലസ് 0.1 ബിക്ക് പകരം 1000 മൈനസ് ഡി അത് കൊടുത്തു. അപ്പോൾ 0.9 ഡി പ്ലസ് ഈ 0.1നെ 1000 കൊണ്ടും ഇൻഡ്യൂ ചെയ്യണം. 0.1 എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? ഡി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. സോ 0.1 ഇൻറ്റു 1000 എന്ന് പറയുന്നത് 100. അതുപോലെ തന്നെ മൈനസ് ആണ് ഇവിടെ സിമ്പിൾ. സോ മൈനസ് 0.1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 0.1 ഡി അത് എഴുതി. എന്നിട്ട് നമ്മൾ ഈ ഡി ഉള്ള ടേംസിനെ ആദ്യം ഇതാക്കാം, സോൾവ് ചെയ്യാം. 0.9 ഡി മൈനസ് 0.1 ഡി എന്ന് പറയുന്നത് 0.8 ഡി ആണ് പ്ലസ് 100. അപ്പൊ ഇവിടെ ഇപ്പുറത്ത് 400 ഉണ്ട്. 0.8 ഡി ഇസ് ഈക്വൽ ടു എന്താണ്? 400 മൈനസ് 100 ഇറ്റ്സ് ഈക്വൽ ടു 300. അപ്പോ ഡി ഇസ് ഈക്വൽ ടു 300 ഡിവൈഡഡ് ബൈ 0.8. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 375 കിലോമോൾ പെർ അവർ. അപ്പൊ ഡിസ്റ്റിലേറ്റിന്റെ ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് 375 കിലോമോൾ പെർ അവർ ആണെന്ന് കിട്ടി. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഇപ്പോ ഇക്വേഷൻ 2 അതായത് 1000 ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ബിയിൽ നിന്ന് ബി കണ്ടുപിടിച്ചു. ബി ഈസ് ഈക്വൽ ടു 1000 മൈനസ് ഡി. എന്നിട്ട് ആ എന്താ പറയാ ബിക്ക് പകരം 1000 മൈനസ് ഡിനെ ഫോർത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ബിക്ക് പകരം 1000 മൈനസ് ഡി എന്ന് കൊടുത്തു. ബിക്ക് പകരം 1000 മൈനസ് ഡി എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? അതിനുശേഷം നമ്മൾ ഈ ടേംസിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0.1 ഇൻറ്റു 1000 മൈനസ് 0.1 ഇൻറ്റു ഡി. ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് കിട്ടും. എന്നിട്ട് ഡി ഉള്ള ടേംസിനെ സോൾവ് ചെയ്യും. ഡി ഉള്ള ഈ രണ്ട് ടേംസിനെ മൈനസ് ചെയ്തു. അപ്പൊ 0.8 എന്ന് കിട്ടി പ്ലസ് 100. ഇതിൽ നിന്ന് ഡി കണ്ടുപിടിച്ചു. ഡി ഈസ് ഈക്വൽ ടു 375 കിലോമോൾ പെർ അവർ. ഡി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
ബി ഈസ് ഈക്വൽ ടു 1000 മൈനസ് ഡി എന്നല്ലേ പറഞ്ഞത്. ഡി കിട്ടി. അപ്പോ ബി ഈസ് ഈക്വൽ ടു 1000 മൈനസ് 375 വിച്ച് ഈസ് ഈക്വൽ ടു 625 കിലോമോൾ പെർ അവർ. ഇതുകൊണ്ട് എന്താ മനസ്സിലായേ? 1000 കിലോമോള് പെർ അവർ ഉള്ള ഫീഡ് കയറിയിട്ട് ഡിസ്റ്റിലേറ്റ് ടോപ്പ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് 375 കിലോമോൾ പെർ അവർ ഡിസ്റ്റിലേറ്റും ബോട്ടം പ്രൊഡക്റ്റ് ആയിട്ട് 625 കിലോമോൾ പെർ അവർ ബോട്ടം പ്രൊഡക്റ്റും ആണ് കിട്ടുന്നത്. ഡി ഇസ് ഈക്വൽ ടു 325 kilomole per hour, 375 kilomole per hour, and B is equal to 625 kilomole per hour. മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.